സ്റ്റിഗ്മ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് മനോരോഗത്തിന്. അതായത് സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ എപ്പോഴും മോശമാണ്, അത് അഭിമാനത്തിന് ക്ഷതമാണ് എന്നുള്ള നിലയിൽ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. ഈ മാറിയതിന് ഈ സ്റ്റിഗ്മ നല്ലൊരു ശതമാനം റിമൂവ് ചെയ്യുന്നതിന് എല്ലാ ചാനൽസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ നിരന്തരം ഈ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്താണ് മനോരോഗമെന്നും എന്താണ് അതിന് ചികിത്സയുടെ വശങ്ങളെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് സ്റ്റിഗ്മ നല്ലൊരു പങ്ക് വരെ മാറ്റുന്നതിന് ഇത് പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റിഗ്മ വരുമ്പോൾ അത് ചൂഷണം ചെയ്യാനും ഈ പറഞ്ഞതുപോലെ ആൾക്കാർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ മരുന്ന് എഴുതാറുണ്ട്, അത് ശിക്ഷാർഹമാണ്. ആരെങ്കിലും പരാതി കൊടുത്താൽ ഉറപ്പായിട്ടും അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഈ ഒരു വ്യത്യാസം മാത്രമല്ല, ഇപ്പോൾ എക്സാമ്പിൾ ചില കാരണങ്ങൾ കൊണ്ട് മനോരോഗം വരാം. ഇപ്പോൾ ട്യൂമർ കാരണം കൊണ്ട് മനോരോഗം വരാം, അല്ലെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നം കൊണ്ട് മനോരോഗം, തൈറോയിഡ് പ്രശ്നം കൊണ്ട് മനോരോഗം വരാം, അൺകൺട്രോൾഡ് ഡയബറ്റിസ് കാരണം വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്റ്റിറോയിഡ് എടുക്കുകയോ അല്ലെങ്കിൽ ട്യൂബർക്കുലോസിൻ്റെ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ചില ക്യാൻസറിന് കഴിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെയും തന്നെ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ശാരീരിക പ്രശ്നം കാരണം ചിലപ്പോൾ അത് ഡിപ്രഷനായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്, സൈക്കോസിസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപസ്മാരമുള്ളവർക്ക് മനോരോഗം വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്താണ് എന്ന് പോലും അറിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്.